പ്രിയമുള്ള സുഹൃത്തുക്കളെ, 1-ാം തീയതിയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതലും ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ്. സാധാരണ രീതിയിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആനുകൂല്യങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഞാൻ മുൻപ് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ സാധാരണ രീതിയിലും കൂടുതൽ ഭക്ഷ്യ ആനുകൂല്യങ്ങൾ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ലഭിക്കും. ഇത് സംബന്ധിച്ച് അറിയിപ്പ് മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മാസം, അതായത് മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ചില സന്തോഷം നൽകുന്ന അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം, സാധാരണ രീതിയിൽ പൊതുവിഭാഗം കാർഡ്, അതായത് നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതമാണ് 4 രൂപ നിരക്കിൽ ലഭിക്കുക. പക്ഷേ ഇത്തവണ ഇലക്ഷൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം മുൻകൂട്ടി കണ്ടുകൊണ്ട് അധിക വിഹിതമായി ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടി 2 കിലോ അരിയാണ് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നത്. നോക്കുക, 2 കിലോ വീതം അരി ലഭിക്കുന്നു 10 രൂപ 90 പൈസ നിരക്കിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടാതെ NPNS കാർഡ്, അതായത് വെള്ളക്കാർഡ്, 6 കിലോ അരിയാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത്. അതായത് സാധാരണ ലഭിക്കുന്നതിനേക്കാളും 4 കിലോ അരി കൂടുതൽ ഉണ്ട്. ഓർക്കുക, ഇലക്ഷൻ്റെ സമയത്താണെങ്കിലും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അരിയുടെ വിഹിതത്തിൽ ഒരു 10 കിലോ എങ്കിലുമൊക്കെ ആക്കി മാറ്റാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. കാരണം ഈ ചെറിയ രീതിയിലൊക്കെ, ഇത്രയും വലിയ രീതിയിലൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വെള്ളക്കാർഡ് ഉൾപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു ഇത്രയും കൂടുതൽ അരി അത് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ അളവിൽ, ഏറ്റവും കുറഞ്ഞ പരമാവധി ഏറ്റവും കുറച്ച് ഒരു 10 കിലോ എങ്കിലും ആക്കി കൊടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇപ്പം 2 കിലോ എന്നുള്ളത് 6 കിലോ ആക്കിയിരിക്കുന്നു. 4 കിലോ അരി വരെ വർധനവ് വരുത്തിയിട്ടുണ്ട്. കൂടാതെ നീല കാർഡിന് 2 കിലോ അരി അധിക വിഹിതമായിട്ട് ലഭിക്കുന്നു. ഇതുവരെയായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കൂടാതെ തന്നെ നമ്മുടെ അന്ത്യോദയ അന്ന യോജന കാർഡിന് സാധാരണ രീതിയിലുള്ളത്, മുൻഗണനാ വിഭാഗം കാർഡിന് സാധാരണ രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ സ്റ്റോക്ക് അനുസരിച്ച് ആട്ട 1 കിലോ മുതൽ 4 കിലോ വരെയൊക്കെ ലഭിക്കും. പക്ഷേ പ്രതീക്ഷിക്കേണ്ട, ഒരു കടയിലും സ്റ്റോക്ക് കാണില്ല. വളരെ കുറവായിരിക്കും സാധ്യത. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം സ്റ്റോക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് പല തവണകളായിട്ട് ആട്ടായിക്ക് ചോദിച്ചിട്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മാർച്ച് മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. കൂടാതെ തന്നെ 1-ാം തീയതി ഞായറാഴ്ച അവധിയാണ്. 1-ാം തീയതി ഞായറാഴ്ചയും 2-ാം തീയതി എന്നീ തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയിലെ റേഷൻ കടകൾക്ക് 3-ാം തീയതി അവധിയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതുതന്നെയായാലും ഭക്ഷ്യ ആനുകൂല്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആനുകൂല്യ വിതരണം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൈപ്പറ്റണം.